ഇ.പി. ജയരാജനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രവർത്തന പോരായ്മ കൊണ്ടെന്ന് M.V. ഗോവിന്ദൻ. പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുവെന്നും ഗോവിന്ദൻ. അതേസമയം വി ജോയി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി തന്നെ തുടരുമെന്നും പാർട്ടി സെക്രട്ടറി അറിയിച്ചു. 46 പേരുള്ള ജില്ലാ കമ്മിറ്റിയിൽ 8 പേർ പൊതുമുഖങ്ങളാണ്. ടിൻഡു ദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, ഏത് സാഹചര്യത്തിലാണ് ഇ.പി.യെ വിമർശിച്ച ഗോവിന്ദന്റെ പ്രതികരണം? അനു, ഇന്ന് കോവളത്ത് പ്രതിനിധി സമ്മേളനത്തിന് മറുപടി നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടരാം. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ LDF കൺവീനർ ആയിട്ടുള്ള ഇ.പി. ജയരാജൻ ഇ.പി. ജയരാജന്റെ ഭാഗത്തു നിന്നും പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. പല ഘട്ടത്തിലും ഇത് തിരുത്താൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ഒത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ഇ.പി. കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇ.പിയെ തഴയാനും അല്ലെങ്കിൽ ഇ.പിയെ മാറ്റി നിർത്താനും നിർബന്ധിതനായെന്നാണ് M.V. ഗോവിന്ദൻ പൊതുസമ്മേളനത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള വിഭാഗീയതയും വിമർശനങ്ങളും ഒക്കെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്നുണ്ട്. സർക്കാരിനെതിരെ അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിന്റെ മറുപടിയായിട്ട് ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയും മറുപടിയായിട്ട് പരസ്പരം പഴിചാരുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി ജോയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം, പാളയം ഏരിയ സമ്മേളനത്തിൽ റോഡിൽ സ്റ്റേജ് കെട്ടിക്കൊണ്ട് നടത്തിയ സമ്മേളനം അത് തെറ്റായ രീതിയായിരുന്നു എന്ന വിമർശനം വരുമ്പോൾ, ഇന്ന് M.V. ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിമർശനം അല്ലെങ്കിൽ M.V. ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഇ.പി. ജയരാജനുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു ഘട്ടത്തിലും സാധിച്ചിരുന്നില്ല എന്ന കാര്യം, ആ ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. പല ഘട്ടത്തിലും മാധ്യമങ്ങൾ ഇതേ കാര്യം ആവർത്തിച്ച് വാർത്ത കൊടുത്തത് ഇ.പിയും M.V. ഗോവിന്ദനുമായിട്ട് ഒന്നിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, രണ്ടുപേരും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും അറിയിച്ചിട്ടുള്ളത്. അതിപ്പോൾ സത്യമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് കോവളത്ത് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിലെ പൊതു സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടന്നിട്ടുള്ളത്. അതിൽ ഇ.പിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇ.പിയുടെ പല ഘട്ടങ്ങളിലും ഇ.പി മുന്നണിക്കകത്ത് എതിർപ്പുകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ എതിർപ്പുകൾ പിന്നീട് BJPയിലേക്കുള്ള ഒരു ചായ്വായിട്ട് മാറി. പ്രകാശ് ജാവദേക്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന ഒരു ഘട്ടം വരെ എത്തി. അതൊക്കെ ഇ.പി പല ഘട്ടങ്ങളിലും തുറന്നു സമ്മതിച്ചിരുന്നു. അപ്പോൾ പല ഘട്ടങ്ങളിലും ഇ.പി മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇ.പിയുമായിട്ടുള്ള തർക്കങ്ങളും ഇ.പിയുമായിട്ട് തർക്ക പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാത്തതൊക്കെ ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ M.V. ഗോവിന്ദൻ പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വിഭാഗീയതയ്ക്കൊടുവിലും വി ജോയി തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ട് തുടരുമെന്നതാണ്. വി ജോയിക്കെതിരെ ശക്തമായിട്ടൊരു പാളയത്തിൽ പട ഒരുങ്ങിയിരുന്നു. ഈ മധു മുല്ലശ്ശേരിയുടെ ബി.ജെ.പി പ്രവേശനം ഉൾപ്പെടെ ഈ വി ജോയിയുമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് നടന്നത്. അതോടൊപ്പം തന്നെ സംരക്ഷിച്ചു പോകാനാണ് പാർട്ടി തീരുമാനം.